അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അല്ലാഹു ഇസ്സത്തിലാക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിച്ച് എല്ലാ ആഫത്ത് മുസീബത്തുകൾ, മാരക രോഗങ്ങൾ, ദാരിദ്ര്യങ്ങൾ, വഷളത്തരങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ എല്ലാത്തിനെ തൊട്ടും അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, ഉടപ്പറപ്പ്യങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, നമുക്ക് നന്മ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഗുണകാംക്ഷികളായ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഗർഭിണികളുണ്ട് കുടുംബത്തിൽ, ബന്ധപ്പെട്ടവരിലൊക്കെ അള്ളാഹു തആല അവർക്കൊക്കെ സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, കുട്ടികൾ നമുക്കും അവർക്കും അള്ളാഹുവിൻ്റെ ദീനിനുമൊക്കെ ഉപകരിക്കുന്ന, അഭിമാനിക്കാവുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി തരുമാറാവട്ടെ. ഒരു അംഗവൈകല്യമോ ഒരു ബുദ്ധിവൈകല്യമോ അള്ളാഹു കൊടുക്കാതെ രക്ഷിക്കുമാറാവട്ടെ, കാത്തുരക്ഷിക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന അനവധി ദമ്പതികളുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുക, ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിപ്പിച്ച ഒരു സ്വഹാബിയാണ്. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ മൗലയാണ്. റസൂലുള്ളാഹിൻ്റെ യജമാനൻ എന്നല്ല, അദ്ദേഹത്തിൻ്റെ യജമാനാണ് റസൂലുള്ളാഹി തങ്ങളായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. യജമാനെ കൊണ്ടും മൗല എന്ന് പറയും. ഒരു അടിമയെ മോചിപ്പിക്കപ്പെട്ട അടിമയെ കൊണ്ടും മൗല എന്ന് പറയും. വക്കാന ഷദീദൽ ഹുബ്ബ് ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീല സ്വബ്രി അലാ മുഫാറഖത്തിഹി. റസൂലുള്ളാഹിനെ അതിശക്തമായി സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. ഒരല്പം പോലും സമയം റസൂലുള്ളാഹിനെ തൊട്ട് വിട്ടുപിരിയൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. എപ്പോഴും റസൂലുള്ളാഹിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് വേണം. കുറച്ചങ്ങോട്ട് റസൂലുള്ളാഹി എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് ഏതെങ്കിലും യാത്രയിലേക്ക് പോയാൽ ഈ മനുഷ്യനിക്ക് എന്തൊക്കെ ഇല്ലാത്ത അസ്വസ്ഥതകളാണ്. എൻ്റെ റസൂലുള്ളാഹി എവിടെ പോയി, എൻ്റെ റസൂൽ എവിടെ പോയി, എൻ്റെ റസൂലുള്ളാഹിനൊന്ന് കാണാൻ. മനസ്സിന് മുഴുവനും ഈ റസൂൽ എന്ന് പറഞ്ഞ് നിറച്ച് ആ ഒരു മനുഷ്യനോട് അങ്ങേ അറ്റത്തൊരു വികാരം, ഒരു ഭയങ്കരമായ ഒരു ഇഷ്ക്. അങ്ങനെ ഒരു ദിവസം ഫഅത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ വഖദ് തഗയ്യറ വജ്ഹുഹു. ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം ആകെ ചുമന്നിരിക്കുന്നു, ആകെ വിവർണമായിരിക്കുന്നു, ശരീരം ആകെ വിറങ്ങലിച്ചിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ വിറച്ച് ആകെ വിഷമത്തിനിങ്ങനെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ദുഃഖം നിർഗളിച്ച് കാണുന്നുണ്ട്. ഫസഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാലിഹി. എന്താണ് സൗബാനെ, എന്താണ് മോനെ വിഷയം, എനിക്കെന്താ വല്ലാത്തൊരു വിഷമുണ്ടടാ. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് മാലി മിൻ വജ്ഇൻ വലാ മറളിൻ. എനിക്കൊരു വേദനയോ അല്ലെങ്കിൽ ഒരു രോഗമോ ഒന്നും എനിക്കില്ല നബിയെ. പക്ഷേ വൈറ അന്നീ ഇദാ ലം അറക് ഇസ്തൗഹസ്തു വഹ്ശത്തൻ ശദീദ ഹത്താ അൽഖാക ഫദക്കർതുൽ ആഖിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, തങ്ങളെ കുറച്ച് നേരം എനിക്ക് കാണാതിരിക്കുമ്പോൾ വല്ലാത്തൊരു ഏകാന്തതയും ഒരു ഒറ്റപ്പെടലും വല്ലാത്തൊരു പ്രയാസം എനിക്ക് അനുഭവപ്പെടുന്നു നബിയെ, ഭയങ്കരമായ പ്രയാസം. അത് തങ്ങളെ കാണുന്നത് വരേക്കും ഞാൻ എന്തൊക്കെയോ ഒരു ശ്വാസം പിടിച്ചു നിൽക്കാത്ത ഒരവസ്ഥ പോലെ വല്ലാത്തൊരു വിഷമത്തിൽ ഇങ്ങനെ, ഹത്താ അൽഖാക, തങ്ങളെ കാണുന്നത് വരേക്കും ഞാൻ വല്ലാത്ത പ്രയാസത്തിലായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇന്നിപ്പോൾ ഞാൻ ഫദക്കർതുൽ ആഖിറ ഫഖിഫ്തു അല്ലാ അറാക ഹുനാക ലിഅന്നി അറഫ്തു അന്നക തുർഫഉ മഅൻ നബിയീൻ. നബിയെ, ഇന്ന് ഞാൻ ആഖിറത്തിനെ കുറിച്ച് തങ്ങളുടെയും എൻ്റെയും
വിയോഗത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു. തങ്ങൾ വഫാത്തായി പോവുകയാണെങ്കിൽ തങ്ങളെ ഫഇന്നക തുർഫഉ മഅൻ നബിയീന, അത്യുന്നതരായ അമ്പിയാക്കളുടെ നേതാവായിട്ട് ഉയർത്തപ്പെടുമ്പോൾ ഈ പാവപ്പെട്ട സൗബാനൊന്നും അവിടത്തേക്ക് 800 വട്ടത്തേക്ക് അടുക്കാൻ കഴിയില്ലല്ലോ നബിയെ. ഞാൻ എന്ത് ചെയ്യും? ഞാനാണ് മരിക്കുന്നത് എങ്കിലും എനിക്ക് വലിയൊരു പ്രയാസം. ഇത് ആലോചിച്ചിട്ട് എനിക്ക് മാനസികമായി ഞാൻ വല്ലാത്ത വെപ്രാളത്തിലാണ് നബിയെ. വഇൻ അദ്ഖൽതുൽ ജന്നത കുൻതു ഫീ മൻസിലിൻ ദൂന മൻസിലിക, ഇനി ഞാൻ തങ്ങളെ കൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ തങ്ങളുടെ അടുത്തേക്ക് പോലും എനിക്കെത്താനും കഴിയില്ലല്ലോ ഈ പാവപ്പെട്ട സൗബാന്. അപ്പൊ തങ്ങളെ തൊട്ട് പിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് അവിടെയാണെങ്കിലും എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു വിഷമമാണ്. ഇനി സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ലെങ്കിലോ തീരെ തന്നെ കാണുകയും ഇല്ലല്ലോ നബിയെ. ഇതൊക്കെ ആലോചിച്ച് ഞാൻ ആകെ വിഷമിച്ചിട്ടാണ് ഈ വരവ്. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് ജിബ്രീൽ ഓതിക്കൊടുക്കുന്നു, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിയെ, ആ തൗബാനോട് പറയണം, തങ്ങൾ ആരെങ്കിലും അല്ലാഹു തആലാക്ക് വഴിപ്പെട്ടാൽ, വർ-റസൂല, ആ അല്ലാഹുവിൻ്റെ റസൂലിനിക്കും വഴിപ്പെട്ട് ഇവിടെ ജീവിതം നയിച്ചാൽ, അവർ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ, ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ നാളെ മഹ്ശറയിൽ അല്ലാഹു തആല നിഅമത്ത് ചെയ്ത ആളുകളോട് കൂടെയായിരിക്കും. അതാരാൽ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിയാക്കളോടുകൂടെ, സുദ്ദീഖീങ്ങളോടുകൂടെ, ശുഹദാക്കളോടുകൂടെ, സ്വാലിഹീങ്ങളോടുകൂടെയായിരിക്കും. അദ്ദേഹത്തിന് വല്ലാത്ത ഭയങ്കരമായ സന്തോഷമായി അദ്ദേഹം ചാടിക്കളിച്ച് ആഹ്ലാദത്തോടുകൂടെ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി എന്നാണ് അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം. وعن عائشة رضي الله عنها أنها قالت من أحب الله أكثر ذكره, ആരെങ്കിലും അല്ലാഹു തആലാനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹു തആലാക്കുള്ള ദിക്ർ പെരുപ്പിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും ദിക്ർ നാവുമ്മലുണ്ടാവും. വസമറതുഹു അൻ യദ്കുറല്ലാഹു ബിറഹ്മതിഹി വഗുഫ്റാനിഹി വയദ്ഖിലുൽ ജന്ന മഅ അംബിയാഇഹി വഔലിയാഇഹി. എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഫലം എന്നറിയോ? അല്ലാഹു തആല അവനെ അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സ്മരിക്കും. അല്ലാഹു തആലാക്ക് നാം ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആലാൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ സ്മരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല ഒരുപാട് റഹ്മത്തുകൾ ചൊരിഞ്ഞു തരും. വഗുഫ്റാനിഹി, അല്ലാഹുവിൻ്റെ ഗുഫ്റാൻ കൊണ്ടും പുറത്തു തരും. വയുദ്ഖിലുൽ ജന്ന, സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കും. മഅ അംബിയാഇഹി വ ഔലിയാഇഹി, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെയും അംബിയാക്കന്മാരുടെയും കൂടെ. വയുക്രിമുഹു ബിറുയത്തി ജമാലിഹി, അള്ളാഹുവിൻ്റെ ആ ജമാലിയത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ആ ഒരു ജമാലിനെ, അല്ലാഹു തആലാൻ്റെ ആ ഒരു മുഖത്തിനെ അങ്ങേയറ്റം വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഭംഗിയെ, അള്ളാഹുവിനെ ദർശിക്കൽ കൊണ്ട് അല്ലാഹു തആല അവനെ ബഹുമാനിക്കും. ഒമൻ അഹബ്ബൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അക്സറ മിനസ് സ്വലാത്തി അലൈഹി, റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്ത് അവൻ അധികരിപ്പിക്കും. അതിൻ്റെ ഫലം എന്താ? വസമറതുഹു വൽ ഉസൂലു ഇലാ ശഫാഅത്തിഹി വസുഹ്ബത്തിഹി ഫിൽ ജന്ന, അതുകൊണ്ട് കിട്ടുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്തിലേക്ക് അവനെ ചേർക്കപ്പെടും. റസൂലുള്ളാഹിന്റെ ചാരത്ത് അവനെ നിർത്തപ്പെടും. ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതൊക്കെയാണ് ഈ വക സ്നേഹങ്ങൾ. അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹമേ ഈ ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും അത് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിച്ചാൽ ഇല്ല എന്നല്ല, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി സ്നേഹിച്ചാൽ അവരെ കൂടെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നിർത്തുക എന്നല്ലേ. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി സ്നേഹിക്കുക അത് വല്ലാത്തൊരു പ്രതിഫലമുള്ളതാണ്. ഒക്കെയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും മുന്നിട്ട് കൊണ്ടായിരിക്കണം നമ്മുടെ സകല പ്രവർത്തികളും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.